മിസ് കുമാരി 50കളിലും 60കളിലും മലയാള സിനിമയിൽ തിളങ്ങിയ നായികയായിരുന്നു മിസ് കുമാരി. 1949 മുതൽ 1969 വരെ മലയാള സിനിമയിൽ പ്രധാന നായിക കഥാപാത്രമായി ഇവർ അഭിനയിച്ചു. ത്രേസ്യാമ്മ തോമസ് എന്നാണ് യഥാർത്ഥ പേര്. 1932 ഭരണിങ്ങാനത്താണ് ഇവർ ജനിക്കുന്നത്. പഠനത്തിന് ശേഷം സ്കൂൾ ടീച്ചറായി കുറച്ചു കാലം ജോലി ചെയ്തു. 1949 പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ അഭിനയത്തിലേക്ക് ഇവർ എത്തുന്നത്. ആദ്യ ചിത്രമായ വെള്ളി നക്ഷത്രം ഒരു സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമയായിരുന്നെങ്കിലും ഇവരുടെ സ്ക്രീൻ പ്രസൻസ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 1950 പുറത്തിറങ്ങിയ മിസ് കുമാരിയുടെ രണ്ടാമത്തെ ചിത്രമായ നല്ല തങ്ക എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് സ്റ്റേജ് നെയിമായി മിസ് കുമാരി എന്ന പേര് സ്വീകരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമയിൽ ശ്രദ്ധേയമായ വേഷത്തിൽ ഇവരെത്തി. 1950 ശശിധരൻ, അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ചേച്ചി, 51 യാചകൻ, അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ നവലോകം, 1952 ആത്മസഖി, അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ അൽഫോൺസ, 53 ശരിയോ തെറ്റോ, 54 അവകാശി, 1954 പുറത്തിറങ്ങിയ നീലക്കുഴി എന്ന ചിത്രത്തിൽ സത്യൻ മാഷിന്റെ നായികയെ അഭിനയിച്ചതോടുകൂടി ഇവരുടെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു. 18 വർഷത്തോളം നീണ്ടുനിന്ന മിസ് കുമാരിയുടെ കരിയറിൽ 34ഓളം സിനിമകളിൽ ഇവർ അഭിനയിച്ചു. 1963 ഇവർ വിവാഹിതയാകുന്നത്. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. 1969 37ാമത്തെ വയസ്സിലാണ് ഉദര സംബന്ധമായ അസുഖം ബാധിച്ച് മിസ് കുമാരി മരണപ്പെടുന്നത്. 1967 പുറത്തിറങ്ങിയ അരക്കിലം എന്ന ചിത്രമായിരുന്നു മിസ് കുമാരിയുടെ അവസാന സിനിമ. വിജയശ്രീ 70കളിൽ മലയാള സിനിമയിൽ തിളങ്ങിയ നടിയായിരുന്നു വിജയശ്രീ. 1953 ജനുവരി 8 തിരുവനന്തപുരത്തെ മണക്കാടാണ് ഇവർ ജനിക്കുന്നത്. 1966 പുറത്തിറങ്ങിയ ചിത്തി എന്ന തമിഴ് സിനിമയിലൂടെയാണ് ഇവർ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജാ പുഷ്പം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത്. അസാധാരണമായ രൂപസൗന്ദര്യത്തോടൊപ്പം അഭിനയശേഷിയും കൂടെയുള്ള നടിയായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വിജയശ്രീ ഏറ്റെടുത്തു. മലയാളത്തിന്റെ മെർലിൻ മാൻഡ്രോ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങുന്ന വമ്പൻ ബാനർ ചിത്രങ്ങളിലൊക്കെ വിജയശ്രീ ഉണ്ടായിരുന്നു. പ്രമുഖ താരങ്ങളുടെ നായികയായി ഇവർ അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീറിന്റെ കൂടെ കൂടുതലും നായികയായി വിജയശ്രീ അഭിനയിച്ചു. അന്നത്തെ ഒരു ഹിറ്റ് കോംബോ ആയിരുന്നു ഇവർ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും ഇവർ അഭിനയിച്ചിരുന്നു. മറുനാട്ടിലൊരു മലയാളി, ലങ്കാദഹനം, ശിക്ഷ, ടാക്സിക്കാർ, സംഭവാമി, യുഗേ യുഗേ, ശ്രീ ഗുരുവായൂരപ്പൻ, പ്രൊഫസർ, മായ തുടങ്ങിയവ വിജയശ്രീയുടെ ചില മികച്ച സിനിമകളാണ്. വെറും 5 വർഷം മാത്രം നീണ്ടുനിന്ന ഇവരുടെ സിനിമാ കരിയറിൽ ഇവർ അഭിനയിച്ചത് 65ലേറെ സിനിമകളിലാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച താരമായി ഉയർന്നു നിൽക്കുമ്പോഴായിരുന്നു ഇവരുടെ പെട്ടെന്നുള്ള മരണം. 1974 21ാമത്തെ വയസ്സിൽ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ സിനിമയിൽ നിന്നും നേരിട്ട ചില മോശം അനുഭവങ്ങൾ കാരണമാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും ചിലർ പറയുന്നു. ഇവരുടെ മരണത്തെ ചുറ്റിപ്പറ്റി ഇന്നും പല രീതിയിലുള്ള വിവാദങ്ങളും പുകയുന്നുണ്ട്. മലയാളത്തിലെ ലെജൻഡറി ആക്ടറാണ് സത്യൻ മാഷ്. വേറിട്ട ശൈലി കൊണ്ടും റിയലിസ്റ്റിക് ആക്ടിംഗ് കൊണ്ടും ശ്രദ്ധേയനായ സത്യൻ മാഷ് ആർമിയിലും പോലീസിലും സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമാ അഭിനയ രംഗത്തേക്ക് വരുന്നത്. 1952 പുറത്തിറങ്ങിയ ആത്മസഖി എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി ആദ്യമായി പുറത്തിറങ്ങുന്ന സിനിമ. പിന്നീട് അങ്ങോട്ട് സത്യൻ മാഷിന്റെ കാലമായിരുന്നു. ഒരുപാട് കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമകളുടെ ഭാഗമായി മാറാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഓടയിൽ നിന്ന്, യക്ഷി, ഉദ്യോഗസ്ഥ, സ്നേഹസീമ, നാരുപിടിച്ച പുലിവാൽ, വീട്ടുമൃഗം തുടങ്ങി ഒരുപാട് സിനിമകൾ സത്യൻ മാഷിൻ്റെതായി തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റുകൾ അടിച്ചു. മലയാള സിനിമയുടെ ടേണിംഗ് പോയിന്റായ ചെമ്മീൻ, നീലക്കുയിൽ തുടങ്ങിയ സിനിമകളുടെ ഭാഗവുമായി സത്യൻ മാസ്റ്റർ. 150ലേറെ മലയാള സിനിമകളിൽ അഭിനയിച്ച സത്യൻ മാസ്റ്റർ 2 തമിഴ് സിനിമയിലും അഭിനയിച്ചിരുന്നു. 1969 പുറത്തിറങ്ങിയ കടൽപ്പാലം എന്ന സിനിമയിൽ ഡബിൾ റോൾ അഭിനയിച്ചുകൊണ്ട് മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും സത്യൻ മാസ്റ്റർ നേടി. കെ സേതുമാധവൻ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലാണ് സത്യൻ മാഷ് അവസാനമായി അഭിനയിച്ചത്. ഈ സിനിമ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ സിനിമയിലെ പല രംഗങ്ങളും ബോഡി ഡബിളിനെ വെച്ച് പിന്നീട് ചിത്രീകരിച്ച് പൂർത്തിയാക്കുകയായിരുന്നു. 1912 തിരുവനന്തപുരത്ത് ജനിച്ച സത്യൻ മാസ്റ്റർ മരണപ്പെടുന്നത് 1971 ജൂൺ 15 മദ്രാസിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ലുക്കീമിയായിരുന്നു സത്യൻ മാഷിൻ്റെ മരണകാരണം. മരിക്കുമ്പോൾ സത്യൻ മാഷിൻ്റെ പ്രായം 58 വയസ്സ് മാത്രമായിരുന്നു. ലളിത, ട്രാവങ്കൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലളിത, പത്മിനി, രാഗിണി സഹോദരിമാരിൽ മൂത്ത സഹോദരിയായിരുന്നു ലളിത.
1930 തിരുവനന്തപുരത്തായിരുന്നു ലളിത ജനിച്ചത്. 1948 പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ അടിഡാൻ കനവ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. മലയാളത്തിന്റെ പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ഇവർ അഭിനയിച്ചിരുന്നു. 1950 പുറത്തിറങ്ങിയ പ്രസന്ന, അതേ വർഷം തന്നെ തിയേറ്ററിലെത്തിയ ചന്ദ്രിക, 52 അമ്മ, അതേ വർഷം പുറത്തിറങ്ങിയ കാഞ്ചന, 53 പൊൻകതിർ തുടങ്ങിയവ ലളിതയുടെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ഇവരുടെ മറ്റു സഹോദരികളെക്കാൾ മുന്നിൽ ഇവർ സിനിമയിൽ എത്തിയിരുന്നു. മലയാളത്തിലെ ശ്രദ്ധേയയായ നടി ശോഭനയും സുകുമാരി അമ്മയൊക്കെ ഇവരുടെ റിലേറ്റീവ് ആയിരുന്നു. 1982 51ാമത്തെ വയസ്സിൽ ആലപ്പുഴയിൽ വെച്ചാണ് ഇവർ മരണപ്പെടുന്നത്. പത്മിനി, ട്രാവൻകൂർ സിസ്റ്റേഴ്സിലെ രണ്ടാമത്തെ സഹോദരിയായ പത്മിനി മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ റഷ്യൻ ഭാഷയിലും ഫ്രഞ്ചിലും അഭിനയിച്ച നടിയാണ് പത്മിനി. ഏകദേശം 226 ഇന്ത്യൻ സിനിമകളിലാണ് ഇവർ അഭിനയിച്ചത്. 16ാമത്തെ വയസ്സിൽ 1948 പുറത്തിറങ്ങിയ കൽപ്പന എന്ന ഹിന്ദി ചിത്രത്തിൽ ഡാൻസറുടെ വേഷത്തിലാണ് ഇവർ സിനിമയിലേക്ക് എത്തുന്നത്. ഇവർ നല്ലൊരു നർത്തകി കൂടിയായിരുന്നു. 30 വർഷത്തോളം തുടർച്ചയായി സിനിമയിൽ അഭിനയിച്ച പത്മിനി ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ MGR, ശിവാജി ഗണേശൻ, ഷമ്മി കപൂർ, രാജ് കപൂർ, സത്യൻ, പ്രേം നസീർ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ ശ്രദ്ധേയമായ മേരാ നാം ജോക്കർ, ജിസ് ദേശ് മേ ഗംഗ രതിയെ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 1961 വിവാഹത്തിന് ശേഷം പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും സിനിമകളിൽ അഭിനയിച്ചിരുന്നു. 1994 2002 ഇവർ സിനിമയിൽ വന്നിരുന്നു. സെപ്റ്റംബർ 24 2006 ഇവർ മരണപ്പെടുന്നത്. ഏകദേശം 73 വയസ്സായിരുന്നു. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. രാഗിണി, ട്രാവൻകൂർ സിസ്റ്റേഴ്സിലെ ഏറ്റവും ഇളയ സഹോദരിയായിരുന്നു രാഗിണി. 1950 സഹോദരിയായ പത്മിനിയോടൊപ്പമായിരുന്നു ഇവർ സിനിമയിലേക്ക് അരങ്ങേറുന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 1958 പുറത്തിറങ്ങി ഷമ്മി കപൂർ നായകനായെത്തിയ മുജിരിം എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ പ്രധാന വേഷത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഡാൻസിന്റെ യുഗം ആരംഭിച്ചത് രാഗിണി, ട്രാവൻകൂർ സിസ്റ്റേഴ്സ് കൂടാതെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചില നടിമാർ എത്തിയതോടെയാണെന്ന് കരുതപ്പെടുന്നു. 1962 പുറത്തിറങ്ങിയ പുതിയ ആകാശം പുതിയ ഭൂമി, 62 തന്നെ പുറത്തിറങ്ങിയ പാലാട്ടു കോമൻ, 62 മറ്റൊരു ചിത്രമായിരുന്നു വെളുത്താമ്പി ദേവിക. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വിധി തന്ന വിളക്ക്, കാൽപ്പാടുകൾ തുടങ്ങിയവ ഇവരുടെ കരിയറിലെ മികച്ച ചില പെർഫോമൻസുകളാണ് മലയാളത്തിൽ. 1976 ഡിസംബർ 30 ഇവർ മരണപ്പെടുന്നത്. സ്ഥാനാർബുദമായിരുന്നു ഇവരുടെ മരണ കാരണം. മരിക്കുമ്പോൾ ഇവരുടെ പ്രായം 39 വയസ്സ് മാത്രമായിരുന്നു. ലളിത, പത്മിനി, രാഗിനി, ട്രാവൻകൂർ സിസ്റ്റേഴ്സ് മലയാളത്തിൽ മാത്രമല്ലായിരുന്നു, ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തിയ താരങ്ങളായിരുന്നു. ഒരു കാലത്ത് ഇവരായിരുന്നു ഇന്ത്യൻ സിനിമ ഭരിച്ചിരുന്നത്. നല്ല അഭിനേത്രിമാരെന്നതിലുപരി മികച്ച ഡാൻസേഴ്സ് കൂടിയായിരുന്നു മൂവരും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ഇന്ത്യ ഒട്ടാകെ വലിയ രീതിയിൽ പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇവരുടെ കുടുംബത്തിൽ നിന്ന് പിന്നീട് മലയാള സിനിമയിലേക്ക് ഒരുപാട് മികച്ച താരങ്ങൾ എത്തിയിട്ടുണ്ട്. പലരും ഇവരുടെ ബന്ധുക്കളായിരുന്നു. മലയാള സിനിമയിലെ നിത്യഹരിത നായകനായ പ്രേം നസീർ ഒരുപാട് റെക്കോർഡുകളുടെ സുൽത്താനാണ്. ഞാനൊരു പുതിയ കോൺട്രാക്ട് പിടിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്വാൻസ് എന്താണ് കിട്ടിയത്? സ്റ്റേജ് ആർട്ടിസ്റ്റായി സിനിമാ ജീവിതം ആരംഭിച്ച പ്രേം നസീർ 1952 പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പ്രേം നസീർ എന്ന പേര് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായ വിശപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ തിക്കുറിശി സുകുമാരൻ നായരാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കൊമേഴ്ഷ്യൽ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറുകയായിരുന്നു പ്രേം നസീർ. മന്ത്രമോതിരം, മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു പിടി കഥാപാത്രങ്ങൾ: മുറപ്പെണ്ണ്, ഉദ്യോഗസ്ഥ, ഇരുട്ടിൻ്റെ ആത്മാവ്, കള്ളിച്ചെല്ലമ്മ, വിരുന്നുകാരി, നദി, CID നസീർ, അനുഭവങ്ങൾ പാളിച്ചകൾ, അങ്ങനെ ഒരുപാട്, ടാക്സിക്കാർ, അങ്ങനെ ഒരുപാട് സിനിമകൾ പ്രേം നസീറിൻ്റെ ഹിറ്റുകളായി കേരള തിയേറ്ററുകളിലെത്തി. അതോടൊപ്പം ഗിന്നസ് റെക്കോർഡുകളും പ്രേം നസീറിനെ തേടിയെത്തി. ഒരേ നായികയോടൊപ്പം 130-ലേറെ സിനിമകളിൽ അഭിനയിച്ച റെക്കോർഡ് ഇദ്ദേഹത്തിനായിരുന്നു. ഷീലയോടൊപ്പം 130-ലേറെ സിനിമകളിലാണ് നായകനായി ഇദ്ദേഹം അഭിനയിച്ചത്. അതുകൂടാതെ 720-ലേറെ സിനിമകളിൽ നായകനായി അഭിനയിച്ചു എന്ന റെക്കോർഡും പ്രേം നസീറിൻ്റെ പേരിൽ തന്നെയാണ്. ഈ ഗിന്നസ് റെക്കോർഡുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കി. 1952 പുറത്തിറങ്ങിയ തന്ത എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലും അദ്ദേഹം ഒരു കൈ നോക്കി. പിന്നീട് ഒരുപാട് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1988 പുറത്തിറങ്ങിയ ധ്വനി എന്ന ചിത്രത്തിലാണ് പ്രേം നസീർ അവസാനമായി അഭിനയിക്കുന്നത്. 1990 റിലീസായ കടുത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് പ്രേം നസീറിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ.
1929 ചിറങ്കീഴിൽ ജനിച്ച പ്രേം നസീർ മരണപ്പെടുന്നത് 1989 ജനുവരി 16 മദ്രാസിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. മരിക്കുമ്പോൾ പ്രേം നസീറിന്റെ പ്രായം 59 വയസ്സ് മാത്രമായിരുന്നു. സിനിമാ അഭിനയം കൊണ്ട് മാത്രമല്ല, സ്വഭാവ സവിശേഷതകൾ കൊണ്ടും ഒരുപാട് ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ലെജൻഡറി ആക്ടറായിരുന്നു പ്രേം നസീർ. പ്രേം നസീറിന്റെ കൂടെ ഏറ്റവും അധികം നായികയെ അഭിനയിച്ച നടിയാണ് ഷീല, മലയാള സിനിമയിലെ ഒരു കാലത്തെ ലെജൻഡറി ആക്ട്രസ്. 1962 പുറത്തിറങ്ങിയ പാസം എന്ന തമിഴ് സിനിമയിലൂടെയാണ് 17ാമത്തെ വയസ്സിൽ ഷീലാമ്മ സിനിമയിലേക്ക് വരുന്നത്. 1962 പുറത്തിറങ്ങിയ ഭാഗ്യജാതകം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ഷീല എത്തുന്നത്. പിന്നീട് ഷീലയുടെ കാലമായിരുന്നു. 20 കൊല്ലം കൊണ്ട് 475ലേറെ സിനിമകളിൽ ഷീല അഭിനയിച്ചു. ചെമ്മീൻ, വെളുത്ത കത്രീന, കള്ളിച്ചെല്ലമ്മ തുടങ്ങിയ സിനിമയിലെ കഥാപാത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 1970-80 കാലഘട്ടങ്ങളിൽ ഷീല 2 സിനിമകൾ സംവിധാനം ചെയ്യുകയും തിരക്കഥ ഒരുക്കുകയും ചെയ്തിരുന്നു. പ്രേം നസീറിനോടൊപ്പം ഷീലയ്ക്കും വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഉണ്ടായിരുന്നു. 130ലേറെ സിനിമകളാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 3 തവണയും നാഷണൽ അവാർഡ് 1 തവണയും ഇവർ നേടിയിട്ടുണ്ട്. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2003 പുറത്തിറങ്ങിയ മനസ്സിനക്കരെ എന്ന ജയറാം സിനിമയിലൂടെയാണ് ഷീല മലയാള സിനിമയിലേക്ക് പിന്നീട് മടങ്ങി വരുന്നത്. ഷീലാമ്മയ്ക്ക് ഇപ്പോൾ 80 വയസ്സ് പ്രായമുണ്ട്. 1960, 70, 80 കാലഘട്ടങ്ങളിലെ മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു മധു. ഏകദേശം 400ലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ 12 സിനിമ സംവിധാനം ചെയ്യുകയും 15ലേറെ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. കോളേജ് ലെക്ചറായിരുന്ന മധു 1963 പുറത്തിറങ്ങിയ നിണമറിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെയാണ് സിനിമ അഭിനയം ആരംഭിക്കുന്നത്. പിന്നീട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറി മധു. ഈ അടുത്ത കാലം വരെ അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായിരുന്നു. അച്ഛൻ വേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും വളരെ മനോഹരമായ വേഷങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്തിരുന്നു. മധു സാറിന് ഇപ്പോൾ 92 വയസ്സ് പ്രായമുണ്ട്. പഴയകാല നടി ജയഭാരതിയാണ്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി ഒട്ടേറെ സിനിമകൾ അഭിനയിച്ച ജയഭാരതി സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരങ്ങളായ പ്രേം നസീർ, മധു, വിൻസെന്റ്, സോമൻ, ജയൻ, കമൽഹാസൻ, രജനികാന്ത് തുടങ്ങിയവരോടൊപ്പം നായികയായി അഭിനയിച്ചിട്ടുണ്ട്. 1954 ജയഭാരതി ജനിച്ചത്. 1968 പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ പ്രേം നസീറിന്റെ നായികയായി അഭിനയിക്കുമ്പോൾ ജയഭാരതിയുടെ പ്രായം വെറും 13 മാത്രമായിരുന്നു. ഇതേ 13ാം വയസ്സിൽ 1969 പുറത്തിറങ്ങിയ സത്യൻ മാഷ് നായകനായ കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിൽ സത്യൻ മാഷിന്റെ നായികയായി അഭിനയിക്കുമ്പോഴും ഇവരുടെ പ്രായം 13 തന്നെയായിരുന്നു. എന്നാൽ സിനിമ കാണുമ്പോൾ ഇവരുടെ പ്രായം വെറും 13 വയസ്സ് മാത്രമായിരുന്നു എന്ന് ഒരിക്കലും തിരിച്ചറിയാത്ത രീതിയിൽ വളരെ പക്വതയോടെയായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത്. പിന്നീട് സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ നായികയായി ഒരുപാട് ബോക്സ് ഓഫീസ് ഹിറ്റടിച്ച സിനിമകളുടെ ഭാഗമായി മാറുകയും ചെയ്തു ഇവർ. 1972 73 മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2 തവണ നേടിയ ജയഭാരതിക്ക് 1990 നാഷണൽ അവാർഡിൽ സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ചിരുന്നു. ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന ജയഭാരതി അശ്വതി ആർട്സ് അക്കാദമി എന്ന ഡാൻസ് സ്കൂൾ നടത്തി വരികയാണ്. 2003 കോയമ്പത്തൂരിൽ മറ്റൊന്ന് സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഡാൻസ് സ്കൂളുമായി BCയിലാണ് താരം. ഇപ്പോൾ നടി ജയഭാരതിയുടെ പ്രായം ഏകദേശം 71 വയസ്സാണ്. PK റോസി, മലയാളത്തിലെ ആദ്യ നായിക എന്ന് വിശേഷിപ്പിക്കാവുന്ന PK റോസി 1930 കാലഘട്ടങ്ങളിൽ JC ഡാനിയലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിഗത് കുമാർ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത്. സംവിധായകൻ കൂടിയ JC ഡാനിയലായിരുന്നു ഈ ചിത്രത്തിലെ നായക കഥാപാത്രമായ ജയചന്ദ്രനെ അവതരിപ്പിച്ചത്. PK റോസി സരോജം എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തത്. തിരുവനന്തപുരത്തെ ഒരു ദളിത് ക്രിസ്ത്യൻ കുടുംബത്തിലാണ് PK റോസി ജനിക്കുന്നത്. അച്ഛൻ പാചക ജോലികൾ ചെയ്തു വന്നിരുന്നു. അച്ഛന്റെ മരണശേഷം കൊടും ദാരിദ്ര്യത്തിലേക്ക് PK റോസിയുടെ കുടുംബം വീഴുകയായിരുന്നു. അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന PK റോസി കാക്കരശ്ശി നാടകം പെർഫോം ചെയ്തിരുന്നു. കാക്കരശ്ശി നാടകത്തിലൂടെയാണ് സിനിമാ അഭിനയത്തിലേക്കും വരുന്നത്. അങ്ങനെ JC ഡാനിയൽ PK റോസിയെ വിഗത് കുമാർ എന്ന ചിത്രത്തിൽ സരോജം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയും വളരെ വിജയകരമായി PK റോസി തന്റെ കഥാപാത്രം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അന്ന് വളരെ കടുത്ത ജാതീയതയും വിവേചനമൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ദളിത് കുടുംബത്തിൽ പിറന്ന PK റോസി സരോജം എന്ന നായർ യുവതിയെ അവതരിപ്പിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ആ സിനിമ കാണുന്നതിനിടയിൽ കല്ല് വലിച്ചെറിയുകയും സ്ക്രീൻ കുത്തികീറുകയൊക്കെ ചെയ്തിരുന്നു. ഒരു ദളിത് സ്ത്രീ നായർ യുവതിയെ അഭിനയിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അംഗീകരിക്കാനോ അന്നത് ചിന്തിക്കാൻ ശേഷിയോ ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ചില ആളുകൾ PK റോസിയുടെ കുടുംബത്തെ വേട്ടയാടുകയും PK റോസിയുടെ വീട് കത്തിക്കുകയും ചെയ്തു. അങ്ങനെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ PK റോസി തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, PK റോസി അഭിനയിച്ച സിനിമ അവർക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. തിയേറ്ററിലേക്ക് പോലും അവരെ അടുപ്പിച്ചില്ല അന്നത്തെ വർഗീയതയും ജാതി വിവേചനവും. 1988 84ാമത്തെ വയസ്സിലാണ് PK റോസി മരണപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യ നായികയ്ക്ക് അന്നത്തെ സമൂഹം ദുരന്തപൂർണമായൊരു ജീവിതമായിരുന്നു കൊടുത്തിരുന്നത്.
ഒരു കാലത്ത് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ മലയാള സിനിമയിൽ തിളങ്ങുകയും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോവുകയും ചെയ്ത ഈ താരങ്ങളെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ നല്ല രീതിയിൽ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിൽ മലയാളത്തിൽ ശ്രദ്ധേയമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലെ മറ്റു നടിമാരുമുണ്ട്. അവരെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു നടിമാർ ആരൊക്കെയാണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിൽ പഴയകാല നടിമാരെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.